എല്ലാരും നീ സത്യം അറിയണം. എന്നെ പറ്റിച്ചു എല്ലാം കൂടിയിട്ട് എല്ലാരും കൂടി പറഞ്ഞ് പറ്റിച്ചു. അഭിലാഷ് പിള്ള, വിഷ്ണു, ഇവരെല്ലാം കൂടെ എന്റെ ജീവിതം കളഞ്ഞു. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെള്ളം മൂവി, ജയസൂര്യ അഭിനയിച്ച വെള്ളം മൂവി കണ്ട ഒരുതപ്പെട്ട എല്ലാവർക്കും ഈ ഒരു മനുഷ്യനെ അറിയാമായിരിക്കും. മുരളി എന്നാണ് പേര്. ഇദ്ദേഹത്തിന്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഈ വെള്ളം മൂവിക്കകത്ത് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. കടക്കെണിയിലാണ്, കുറെ ആളുകൾ ചേർന്ന് ഇദ്ദേഹത്തെ പറ്റിച്ചു, സിനിമാക്കാർ പറ്റിച്ചു, ഞാൻ ജീവൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് പുള്ളിയുടെ വൈറലായത്. ഈ ഒരു വീഡിയോക്കകത്ത് കുറെ അധികം ആളുകളുടെ പേര് ഇദ്ദേഹം പറയുന്നുണ്ട്. മാളികപ്പുറം റൈറ്റർ ആയിട്ടുള്ള അഭിലാഷ് പിള്ളയുടെ പേരാണ് മെയിൻ ആയിട്ട് പറയുന്നത്. പിന്നീട് ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള നദികളിൽ സുന്ദരി യമുന എന്ന് പറയുന്ന സിനിമയുടെ 2 ഡയറക്ടേഴ്സ് ഉണ്ട്, ഉണ്ണി ആൻഡ് വിജേഷ്. ഇവരുടെ പേരും പറയുന്നുണ്ട്. ഇവരൊക്കെ കാരണം തന്റെ പണം ഒരുപാട് സിനിമയിൽ നഷ്ടപ്പെട്ടു, താൻ ചതിക്കപ്പെട്ടു, ഇവരെല്ലാം പറ്റിച്ചുകൊണ്ട് പോയി, ആൻഡ് ബിസിനസ്സിലും കുറെ നഷ്ടങ്ങൾ സംഭവിച്ചു, ഞാൻ ജീവൻ ഒടുക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇപ്പോൾ അതിന്റെ ഒരു എക്സ്പ്ലനേഷനും ഒക്കെ ആയിട്ട് പുള്ളി വന്നിട്ടുണ്ട്. എന്താണെങ്കിലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം ആദ്യം ഇട്ട ഈ ഒരു വീഡിയോ ഞാനൊന്ന് വെക്കാം. എല്ലാരും ചതിച്ചു, എല്ലാരും പറ്റിച്ചു, എന്നിങ്ങനെയാക്കി. അഭിലാഷ് പിള്ള, വിഷ്ണു, അഭിലാഷ് പിള്ള എന്ന് പറഞ്ഞ അവരൊന്നും ഒരിക്കലും വിശ്വസിക്കരുത്. വിഷ്ണു അവരുടെ ഡയറക്ഷനൊന്നും അറിയില്ല, അല്ല കള്ളന്മാരാണ്. ഈ അഭിലാഷ് പിള്ളയാണ് നമ്മുടെ മാളികപ്പുറം സിനിമയുടെ റൈറ്റർ. വിഷ്ണു എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ സെക്കൻഡ് മൂവിയുടെ ഡയറക്ടർ. എല്ലാരും നീ സത്യം അറിയണം. എന്നെ പറ്റിച്ചു എല്ലാം കൂടിയിട്ട് എല്ലാരും കൂടി പറഞ്ഞ് പറ്റിച്ചു. എന്റെ നല്ലൊരു ജീവിതം കൊണ്ട് ഈ സിനിമക്കാരെ വിജേഷ് പണത്തോട് ഉണ്ണി വേണ്ടവരാ. അഭിലാഷ് പിള്ള, വിഷ്ണു, ഇവരെല്ലാം കൂടെ എന്റെ ജീവിതം കളഞ്ഞു. ദൈവം അവർക്ക് മാപ്പ് കൊടുക്കാൻ. അവരിപ്പോ സുഖമായി ജീവിക്കുന്ന ഭാര്യയുടെ മക്കളുടെ കൂടെ. ഞാനിന്ന് എനിക്ക് മരിക്കാൻ വേണ്ടിട്ട് ധൈര്യമില്ല, പക്ഷെ മരിച്ചേ പറ്റൂ. സോ ഇതാണ് അതിനകത്ത് പറയുന്ന മെയിൻ പാർട്ട്. ഇദ്ദേഹം ഒരുപാട് ആളുകൾക്ക് മോട്ടിവേഷൻ കൊടുത്ത ഒരു വ്യക്തിയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം സിനിമ നമ്മൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ആ ഒരു സിനിമ കണ്ട് വെള്ളവടി നിർത്തിയ ഒരുപാട് ആളുകളുണ്ട്. ഇൻസൾട്ട് ആണ് മുരളി, ലോകത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സിനിമയിലെ ഡയലോഗ് എത്രമാത്രം വൈറലായതാണ്. സ്റ്റിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗാണ്. പല മോട്ടിവേഷൻ ക്ലാസ്സിലും പല ആൾക്കാരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയലോഗാണ്. പക്ഷെ ആ ഡയലോഗിന് ഉടമയായിട്ടുള്ള വ്യക്തിയാണ് എന്നെ കുറെ ആളുകൾ പറ്റിച്ചു, സിനിമ എടുത്ത് പറ്റിച്ചു, ബിസിനസ്സിനകത്ത് പൊട്ടി പാളീസായി എന്നൊക്കെ പറഞ്ഞ് താണ്ട് ഇപ്പൊ വന്നിരുന്ന് കരഞ്ഞ് വീഡിയോ ഇട്ടത്. യഥാർത്ഥ ലൈഫ്, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഇപ്പം ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ വരാൻ കാരണം. ഒരുപാട് ചതികൾ പറ്റി, ബിസിനസ്സിൽ ഒരുപാട് ചതികൾ പറ്റി. ടൈൽസ് ദുബായിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും കയറ്റി വെച്ചിട്ട് മലയാളികൾ വഴി ഒരുപാട് പൈസ കിട്ടാണ്ടായി. അഖിലേഷ്, തോട്ടടക്കാരൻ അഖിലേഷ് എന്നെ പരിചയപ്പെടുത്തിയത്. കാലിക്കറ്റിനോട് പോലും സതീശനാണ് അഖിലേഷിനെ പരിചയപ്പെടുത്തിയത്. അങ്ങനെ ബിസിനസ്സിൽ കുറേ പൈസ പോയി, ആൾക്കാരെ വിശ്വസിച്ച് കുറേ പൈസ പോയി, കമ്പനിക്കാർ കുറേ പൈസ കൊടുക്കാറുണ്ട്. അതിനിടയ്ക്ക് സിനിമയെടുത്തു വെള്ളം. അത് പിന്നെ അവസാനം എൻ്റെ പ്രൊഡ്യൂസറായി പോയതാണ്. രണ്ടാമത് നദികളിൽ സുന്ദരി യമുന, ഉണ്ണി വെള്ളോറ, വിജേഷ് പാണത്തൂർ. ഈ 2 ആളും കള്ളം പറഞ്ഞിട്ട് എന്നിട്ട് നമ്മുടെ വന്നു. അസിസ്റ്റന്റ് ഡയറക്ടറാണ്, അതാണ് ഇതാണ്. നമ്മൾ അങ്ങനെ ആ സിനിമ എടുത്തു. അതിന് 2 കോടി നഷ്ടം വന്നു. ഇദ്ദേഹത്തിന്റെ ബിസിനസ് അറിയാലോ, മറ്റേ ടൈൽ ബിസിനസ് ആണ്. നമ്മൾ സിനിമയ്ക്കകത്ത് കാണിച്ച പോലെ തന്നെ സിനിമയ്ക്കകത്ത് ഇദ്ദേഹം ഒരു മാനുഫാക്ചറർ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ആക്ച്വലി ഇയാൾ ഒരു മാനുഫാക്ചറർ അല്ല, ഇദ്ദേഹം ട്രേഡർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വെൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ഈ പറയുന്ന പ്രോഡക്ട്സ് വാങ്ങിയിട്ട് ഒരു ഇടനിലക്കാരനെ പോലെ നിന്നിട്ട് ആവശ്യക്കാർക്ക് കയറ്റി അയക്കുന്ന പരിപാടി ഇന്ത്യക്ക് അകത്തും പുറത്തും ഒക്കെ ആയിട്ട് ബിസിനസ് ഇങ്ങേർക്കുണ്ട്. 2 കൊല്ലം മുമ്പ് ഇദ്ദേഹം ഒരു ഷിബു എന്ന് പറയുന്ന ആള് തന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞ് ഒരു പ്രസ് മീറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓസ്ട്രേലിയയിൽ ഷിബു എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട്, അദ്ദേഹവുമായിട്ട് ബിസിനസ് ചെയ്യുകയും ഒരു 15 കണ്ടെയ്നർ ടൈല് ഇദ്ദേഹം കയറ്റി അങ്ങോട്ട് വിട്ടു. ആ സമയത്ത് അതിനകത്ത് ക്വാളിറ്റി പോരാ, അതിനകത്ത് ഒരുപാട് ഡാമേജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഒരു 16 കണ്ടെയ്നറും കൂടി ഇയാളെ കൊണ്ട് അങ്ങോട്ട് കയറ്റി പിടിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഇത് ഈ ഷിബു നല്ല മനുഷ്യനാണ് എന്ന് തോന്നിയിട്ടാണ് ഇദ്ദേഹവുമായിട്ട് ബിസിനസ് ചെയ്തേക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു പറയുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരെ പറ്റി ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ഒന്നും നടത്താതെ ഇവര് നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നിയിട്ട് ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇദ്ദേഹം ഈ ബിസിനസ് മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട്
അവസാനം അവന്മാര് വലിപ്പിച്ചിട്ട് പോകും. ഇതാണ് സത്യത്തിൽ ഈ അദ്ദേഹത്തിന്റെ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാവുന്നത്. ആൻഡ് ഈ ഒരു ഓസ്ട്രേലിയയിലോട്ട് ഈ 10-30 കണ്ടെയ്നർ കയറ്റി വിട്ടിട്ട് അതിന്റെ പൈസ കൊടുക്കാതെ ഈ ഷിബു പറ്റിച്ചു. അങ്ങനെ കുറെ 1.5 കോടി രൂപയോളം ഇങ്ങനെ നഷ്ടം വന്നു എന്നാണ് ഇദ്ദേഹം 2 കൊല്ലം മുമ്പുള്ള ആ ഒരു പ്രസ് മീറ്റിനകത്ത് ഇദ്ദേഹം പറയുന്നത്. ഈ പറയുന്നത് ഇദ്ദേഹത്തിന്റെ വെർഷനാണ്. ഇനി ഷിബുവിന് എന്താണ് പറയാനുള്ളത് നമുക്ക് അറിയില്ല. അങ്ങനെ ഇദ്ദേഹത്തിന് ബിസിനസ്സിൽ കുറെ കടങ്ങളും കാര്യങ്ങളും ഉണ്ടായി. ഈ ബിസിനസ്സിലെ കടങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം സിനിമയിലോട്ട് വന്നത്. ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് വെള്ളം എന്ന് പറയുന്ന മൂവി. അതിനകത്തെ മെയിൻ പ്രൊഡ്യൂസർ ഒന്നും ഇദ്ദേഹമല്ല, ഇദ്ദേഹം വൺ ഓഫ് ദ പ്രൊഡ്യൂസർ ആയിരുന്നു. അതിനകത്ത് ഒരു ക്യാമിയോ റോളും ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനം കോട്ടൊക്കെ ഇട്ട് ഭയങ്കര മാസ് BGM ഒക്കെ ഇട്ട് നടന്നു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ജയസൂര്യയോടൊപ്പം. ആ സിനിമയുടെ വൺ ഓഫ് ദ പ്രൊഡ്യൂസറും ആയിരുന്നു ഇദ്ദേഹം. ആ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ വിജയിക്കുകയും ചെയ്തു, കുറച്ച് പൈസ അതിനകത്ത് കിട്ടുകയും ചെയ്തു. അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും, ഓക്കെ, സിനിമ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത്യാവശ്യം പൈസ കിട്ടുന്ന പരിപാടിയാണ്. ഇതിനകത്ത് പൈസ ഇട്ട് കഴിഞ്ഞാൽ എന്റെ ഉള്ള കടവും തീരും, ഇതിനകത്ത് കുറച്ച് പൈസ ഉണ്ടാക്കാന്നും പറഞ്ഞിട്ട് സെക്കൻഡ് മൂവി ആയിട്ടുള്ള നദികളിൽ സുന്ദരി യമുന എന്ന് പറയുന്ന ഗുണ്ട് നടനാരാ ധ്യാൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഹെയ്മർ ആണ്. കേരളത്തിൽ ഇത്രയും കൂടുതൽ ഗുണ്ട് പൊട്ടിക്കുന്ന ഒരു നടൻ വേറെ ഇല്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ധ്യാൻ അതിന്റെ പ്രൊമോഷന് വന്നിരുന്നിട്ട് ധ്യാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പറയുന്നുണ്ട്, എന്റെ ബാക്കിയുള്ള സിനിമകൾ പോലെ അല്ല, ഇത് അത്യാവശ്യം നല്ല പടമാണ്, നിങ്ങൾ എല്ലാവരും പോയി കാണണം, അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ ആ പടം ഞാൻ കണ്ടിട്ടുള്ളതാണ്, വെറും പട്ടിക്കൂറ പടമാണ്, ഒരു കാശിനും കൊള്ളാത്തൊരു പടമാണ്. അങ്ങനെ ഈ രണ്ടാമത്തെ പടമാണ് ഇദ്ദേഹത്തിന്റെ നദികളിൽ സുന്ദരി യമുന. സ്റ്റാറിംഗ് ആരാണ്? ധ്യാൻ ശ്രീനിവാസൻ. അതിനകത്ത് ഡയറക്ടറാണ് ഈ വിജീഷ് പാണത്തൂർ ആൻഡ് ഉണ്ണി വെള്ളോറ. ഈ പടത്തിന്റെ പേരിൽ ഈ ഡയറക്ടേഴ്സും ഇദ്ദേഹത്തെ പറ്റിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് ഇദ്ദേഹത്തെ വന്ന് കണ്ട് കൺവിൻസ് ചെയ്യിപ്പിച്ച് ഇദ്ദേഹത്തെ കൊണ്ട് പടം എടുപ്പിച്ചത്. അങ്ങനെ 2 കോടി രൂപ ഈ ഒരു പടത്തിന്റെ പേരിലും നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. ഇത് ആ സിനിമ ഡയറക്ട് ചെയ്ത അതേ വ്യക്തി തന്നെയാണ് പ്രകമ്പനം എന്ന് പറയുന്ന മൂവി എടുത്തിരിക്കുന്നത്, വിജേഷ് പാണത്തൂർ. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മൂവിയാണ് പ്രകമ്പനം. നമുക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് പേഴ്സണലി ഞാൻ OTT കണ്ട പടമാണ്. എനിക്ക് ഒരു തരത്തിലും കണക്ട് ആവാത്ത, ഒരു തരത്തിലും ഇഷ്ടപ്പെടാത്ത ഒരു പടമാണ്. പക്ഷെ തിയേറ്ററിൽ അത്യാവശ്യം കളക്ഷൻ നേടിയ പടമാണിത്. ഇദ്ദേഹം ഇപ്പൊ വന്ന് പറയുന്നത്, എന്റെ അടുത്ത് വരുന്ന സമയത്ത് ഇവർക്ക് യാതൊരു തരത്തിലുള്ള അറിവുണ്ടായിരുന്നില്ല, സിനിമയെ പറ്റി അറിവുണ്ടായിരുന്നില്ല, എന്നെ കൊണ്ട് പണം ചെലവാക്കി പടം ഇറക്കിയിട്ടാണ് ഇവർ പഠിച്ചത്. പക്ഷെ ഇപ്പോൾ അവര് സിനിമ എടുക്കാൻ പഠിച്ചു, അങ്ങനെയാണ് പ്രകമ്പനം വിജയിച്ചത് എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളി ഇപ്പൊ വന്നിരുന്ന് പറയുന്നത്. ആൻഡ് ഒരു അലിഗേഷൻ ഇവർക്കെതിരെയാണ്. ഈ നദികളിൽ സുന്ദരി യമുന എന്ന് പറയുന്ന സിനിമ ഇനി ആരെടുത്താലും, ഈ വിജീഷ് പാണത്തൂർ അല്ല, ഇനി രാജമൗലി വന്നിരുന്ന് എടുത്താലും ആ പടം പൊട്ടിപ്പോകുന്ന പടമാണ്. അത് അമ്മാതിരി ഒരു കൊണച്ച കഥയാണ്. ആ കഥ ഇങ്ങനെ കേട്ടിട്ടല്ലേ ഇങ്ങനെ ഈ പറയുന്ന പൈസ മുടക്കിയതിനകത്ത്. ഈ പൊട്ടക്കഥ കേട്ടിട്ട് പൈസ മുടക്കി ഈ അദ്ദേഹത്തിന്റെ അടുത്ത് ആര് പറഞ്ഞു? ഈ സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രി തന്നെ ഭയങ്കര ഹൈ റിസ്കി ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. അടിച്ചതാണ്, പോയതാണ്. ഒരു വർഷം 100-300 പടം ഇറങ്ങി കഴിഞ്ഞാൽ അതിന്റെ ഒരു 10% മാത്രമൊക്കെ ആയിരിക്കും വിജയിക്കുന്നത്. 30 പടമൊക്കെ ആയിരിക്കും പൈസ തിരിച്ചു കിട്ടുന്നത്, വിജയിക്കുന്നത്. ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടൊന്നും പറയുന്നില്ല, അതിന്റെ പൈസ തിരിച്ചു കിട്ടുന്നത്. ബാക്കി ഇറങ്ങുന്ന 90% പടങ്ങളും കേരളത്തിൽ പൊട്ടുകയാണ്. അങ്ങനെ ഇൻഡസ്ട്രി പോയിട്ട് ഇദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കാരണം പണം ചെലവാക്കിയിട്ട് പടം പൊട്ടിയിട്ട് വന്നിട്ട് ഡയറക്ടേഴ്സിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഉള്ള കാര്യം പറയാമല്ലോ, ഇവരാണ് പണം ചെലവാക്കുന്നത്. ഇവർ രണ്ടൊരു പുതുമുഖ ഡയറക്ടേഴ്സ് ആയിരുന്നു ഇദ്ദേഹത്തിന്റെ അടുത്ത് വരുന്ന സമയത്ത്. അവർക്ക് പണി അറിയാവോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ട മെയിൻ ഉത്തരവാദിത്വം പ്രൊഡ്യൂസറിനാണ്. കാര്യം ഇവരെ വിശ്വസിച്ചിട്ടാണ് പ്രൊഡ്യൂസർ പണം ചെലവാക്കുന്നത്. അതുപോലും ചെയ്യാതെ ഇങ്ങനെ ഒരു സ്റ്റോറി കൊണ്ടുവന്ന സമയത്ത് അതിന്റെ മുകളിൽ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് പൊട്ടിയിട്ട് കടന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? അതിന്റെ കാര്യം അങ്ങനെ. നീ ബാക്കി പറയുന്നത് കേൾക്കാം. ഇതൊക്കെ നമ്മളോട് കട പറഞ്ഞിട്ടാണ് വന്നത്. പിന്നെ മൂന്നാമത് സുമതി പടവ്, എല്ലാവരും വിചാരം പടം സിനിമ ഭയങ്കര വിജയമാണ്. ഇത് ജീവിതം ഇന്ന് കൈവിട്ടു പോയിരിക്കും. എന്റെ മക്കളെ കൂടെ ഭാര്യനോട് ജീവിച്ചിട്ട് മതിയായിട്ട് കൊതി തന്നിട്ടില്ല. പക്ഷെ എനിക്ക് ഈ സിനിമ കാരണം 7 കോടിയോട് നഷ്ടമാകും. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒരുപാട് കടങ്ങൾ ഓൾറെഡി ഉണ്ട് അതിന്റെ കൂടി ഇതും. അതുകൊണ്ട് ഞാൻ ഈ ഭൂമത്തിന് ഞാൻ പോകുന്നു. എനിക്ക് ജീവിച്ചിട്ട് കൊതി തന്നിട്ടില്ല ഭാര്യന്റെ മക്കളെ കൂടെ. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ മൂന്നാമത്തെ പടം, ആദ്യത്തെ വെള്ളം, നദികളിൽ സുന്ദരി യമുന, മൂന്നാമത്തെ പടം സുമതി വളവ് എന്ന് പറയുന്നത് അർജുൻ അശോകനൊക്കെ സ്റ്റാർ ചെയ്ത മൂവിയാണ്. സുമതി വളവ് 25 കോടി കളക്ഷൻ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ വരെ അടിച്ചിറക്കിയ മൂവിയാണ് സുമതി വളവ്. ഇതിന്റെ റൈറ്ററാണ് അഭിലാഷ് പിള്ളൈ, ഈ മാളികപ്പുറത്തിന്റെ സെയിം റൈറ്റർ. ഈ മാളികപ്പുറം ഡയറക്ട് ചെയ്ത സെയിം വ്യക്തി തന്നെയാണ് ഈ സുമതി വളവും ഡയറക്ട് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ അഭിലാഷ് പിള്ളൈ കണ്ടിട്ടായിരിക്കണം ഈ ഒരു പടത്തിന്റെ മുകളിൽ ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. മാളികപ്പുറം വൻ ഹിറ്റ് ആയിരുന്നല്ലോ. മാളികപ്പുറം തന്നെ ഒരു ഓവർ റേറ്റഡ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി. ഉള്ള കാര്യം പറയാമല്ലോ, ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ ഹിറ്റ് ആവാനുള്ള കാര്യങ്ങളൊന്നും അതിനകത്തൊന്നും ഇല്ല, ആ സിനിമയ്ക്കകത്തൊന്നും ഇല്ല. ഒരു സീരിയൽ ലെവൽ മേക്കിംഗ് പോലാണ് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ പലയിടത്തും ഫീൽ ചെയ്തത്. ആൻഡ് സുമതി വളവിലോട്ട് വരുന്ന സമയത്ത് ഇവര് സെലിബ്രേഷൻ നടത്തിയതാണ്, കാണിക്കാം. മാളികപ്പുറം കഴിഞ്ഞപ്പോ തന്നെ ഈ പടം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളുടെ വന്ന ആളാണ് മുള്ളി ചേട്ടൻ.
ഇതിനകത്ത് മാളികപ്പുറത്തിന്റെ ഡയറക്ടറാണ് ഈ നിൽക്കുന്ന അഭിലാഷ്. ആദ്യം സിദ്ധാർത്ഥ് പുള്ളിക്കാരൻ പറയുന്നത് കേട്ടല്ലോ, മുരളിച്ചേട്ടൻ ഇല്ലെങ്കിൽ ഈ പടം ഇല്ല. ആൻഡ് അഭിലാഷ് പറയുന്നത് മാളികപ്പുറം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ അടുത്തോട്ട് ഈ ഒരു പടം ചെയ്യണമെന്നും പറഞ്ഞ് വന്ന വ്യക്തിയാണ് മുരളിച്ചേട്ടൻ എന്നും പറഞ്ഞിട്ടാണ് മുരളിച്ചേട്ടനെ അങ്ങ് പൊക്കി അടിച്ചേക്കാണ്. ഈ പടം വിജയിച്ചെന്നും പറഞ്ഞ് കേക്ക് കട്ട് ചെയ്ത് അവർ ആഘോഷിക്കുന്ന പടം വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ചെറിയ പരിപാടിയായിട്ട് ആദ്യം ആലോചിക്കുന്നു, ഒരു വലിയ പടമായി മാറുന്നു. എന്നാ പടം റിലീസായി രണ്ടാമത്തെ ആഴ്ച അദ്ദേഹത്തിന്റെ നാട്ടില് ഇത്രയും ക്രൗഡിന് ഏറ്റവും സന്തോഷം എന്താ വെച്ചാല് ഡീഗ്രേഡിങ്ങിന്റെ അങ്ങേയറ്റം പോയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു തന്നത് നിങ്ങളുടെ പ്രേക്ഷകരാണ്. താങ്ക് യു. അപ്പൊ എന്തായാലും കണ്ണൂര് ഞങ്ങൾക്ക് ഇതിന് മുന്നേ തന്ന സപ്പോർട്ട് വലുതായിരുന്നു മാളികപ്പുറത്തിന്. അതിനേക്കാൾ വലിയ സപ്പോർട്ട് ഇപ്പൊ തന്നോണ്ടിരിക്കുന്നത്. അപ്പൊ താങ്ക് യു വെരി മച്ച്. കട്ട് ചെയ്താലോ? അപ്പം ഇത്തരത്തിൽ ഈ പടം വിജയിച്ചെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ട്. ആൻഡ് ഒരു വീഡിയോ കാണിക്കും, ഇതോടെ കണ്ടുനോക്കും. പ്രൊഡ്യൂസർ ഇവിടെയുണ്ട്. പ്രൊഡ്യൂസറും ഹാപ്പിയാണ്. പുള്ളി ഇന്നലെ ഏകദേശം 5 മണിയോളം ഞങ്ങളോടൊപ്പം നിന്ന് സാധാരണക്കാരായ ആൾക്കാരെ കണ്ട് സംസാരിച്ച പ്രൊഡ്യൂസറാണ് മുരളി കുന്നുമൃത്തേട്ടൻ. ചേട്ടനോട് കാര്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പൊ പടം ഹൗസ്ഫുള്ളാണ്, മിക്ക തിയേറ്ററിലും ഹൗസ്ഫുള്ളാണ്. അതെ, ഫാമിലി അടിച്ച് കയറി തുടങ്ങി. എന്നാലും കുറച്ച് പേര് തീരുമാനപൂർവ്വം ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യും. അതൊരു പ്രൊഡ്യൂസർ എന്നുള്ളതിൽ ഇപ്പൊ PR പറഞ്ഞു എന്തൊക്കെ ഡീഗ്രേഡ് ചെയ്താലും നല്ല സിനിമകൾ എപ്പോഴും പ്രേക്ഷകർ തിരിച്ചറിയും. അതാണ് സത്യം. എന്ത് ഡീഗ്രേഡ് ചെയ്യാൻ നോക്കിയാലും. കാരണം ഞാൻ ഈ പടത്തിന് നമ്മളൊരു ഗ്യാരണ്ടി, നിങ്ങൾക്ക് എടുത്ത ടിക്കറ്റിന്റെ പൈസ ഒരിക്കലും നഷ്ടം വരും. തീർച്ചയായും 100%. എന്തായാലും ഈ പടം എല്ലാവരും കൂടി പിന്നെ ഏറ്റെടുത്തിന് നന്ദി. പിന്നെ ഒരു ഫാമിലി പടം, അവരോട് നന്ദി പറയാം. മൂന്നാമത്തെ വീക്കിൽ ഈ സിനിമ ഓടിയ തിയേറ്ററിന്റെ നെയിംസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഇത്രയും തിയേറ്റേഴ്സിൽ ഇത് കളിച്ചിട്ടുണ്ട്. കുറെ റിവ്യൂസ് ഒക്കെ നെഗറ്റീവ് ആയിരുന്നു, എന്നാൽ പോലും ഫാമിലി ഓഡിയൻസ് കയറിയെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം നഷ്ടമായിരുന്നു പ്രൊഡ്യൂസറിന്. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ഇദ്ദേഹമാണ്. ഇദ്ദേഹം മാത്രമല്ല പ്രൊഡ്യൂസറായിട്ടുള്ളത്. ഗോകുലം ഗോപാലനും ഇതിന്റെ ഒരു പ്രൊഡക്ഷനിലോട്ട് വന്നിട്ടുണ്ട്. ഗോകുലം ഗോപാലൻ എൻട്രിക്കുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 കോടി താഴെ മാത്രം ബഡ്ജറ്റുള്ള ഒരു പടമായിട്ടാണെന്ന് തോന്നുന്നു ആദ്യം ഈ ഒരു പടം അവർ പ്ലാൻ ചെയ്ത്. അതിനുശേഷമാണ് ഇതിന്റെ ഒരു ബഡ്ജറ്റ് 10-14 കോടിയിലോട്ട് മുകളിലോട്ട് പോകുന്നത്. ആ സമയത്താണ് ഈ പടം എടുക്കാൻ വേണ്ടിയിട്ട്, ഈ പടത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോകുലം ഗോപാലനും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ ഗോകുലം ഗോപാലിനകത്ത് ഒരു 6.5 കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഈ മുരളി ഇപ്പൊ പറയുന്നത്. ഗോകുലം ഗോപാലിന് ഇനി ഒരു 35 ലക്ഷം രൂപയുടെ കൊടുക്കാനുണ്ടെന്നും പറയുന്നുണ്ട്. മാത്രമല്ല ഇതിനകത്തുള്ള ആർട്ടിസ്റ്റുകൾക്ക് പലർക്കും പൈസ കൊടുക്കാനുണ്ട്. ഇദ്ദേഹം ഇപ്പൊ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിൽ 7 കോടിയോളം രൂപ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. സാമ്പത്തികമായി എത്രയാണെന്ന് അറിയില്ല. പ്രൊഡ്യൂസറെ ഞാൻ പറഞ്ഞ ആ പടം വിജയിച്ചിട്ടില്ല. ആ പടം 7 കോടി രൂപ നഷ്ടമാണ്. 6 കോടി 80 സംതിങ്, അതായത് 7 കോടിക്കടുത്ത് ആ സിനിമ നഷ്ടമാണ്. സാമ്പത്തികമായി നഷ്ടമാണ്. പൊതുവിൽ ആ സിനിമ കൊള്ളാമെന്നൊരു പ്രതീതി പുറത്തുണ്ട്. അങ്ങനെ ഇല്ല, പ്രതീതി പുറത്തുണ്ട് വെച്ചാൽ അത് ആൾക്കാരെ വിശ്വസിക്കും. നമ്മളൊക്കെ ആ സമയത്ത് ഇങ്ങനെ പോസ്റ്റർ ഇടണം നിർബന്ധിച്ച് ഇവരെ ഇടിപ്പിക്കുകയാണ്. ചേട്ടാ ഇത് ഇൻസ്റ്റാഗ്രാമിൽ 13 കോടി 20 കോടി 30 കോടി ആയിട്ട് നമ്മൾ നിർബന്ധിതമായിപ്പോവും. സുമതി വളവിൽ നിന്ന് മാത്രം എത്ര നഷ്ടം വന്നു? സുമതി വളവിൽ നിന്ന് മാത്രം 7 കോടി നഷ്ടം. മറ്റ് സിനിമകൾ കൂടി വരുമ്പം ഏകദേശം എത്ര വരും? ഇത് 7 കോടി വെച്ചാൽ വിത്ത് ഇൻട്രസ്റ്റ് പ്ലസ് GST എല്ലാം കൂടിയിട്ടാണ് 7 കോടി. ഇനിയിപ്പോൾ നമുക്ക് TDS നമ്മളിനി 35 ലക്ഷം കൊടുക്കും. ആ നഷ്ടം കൂടി കുറച്ച് കൂടി 75 ലക്ഷത്തോളം TDSൻ്റെ പൈസ കിട്ടാനുണ്ട്. അപ്പോൾ അത്രയും നഷ്ടം നമുക്ക് കുറയും. പക്ഷേ ഗോകുലത്തിൽ നമ്മളിനി 35 ലക്ഷം കൊടുക്കാനുണ്ട്. അത് പക്ഷേ ഗോകുലം കൃഷ്ണകുമാർ സാറിനോട് കണ്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കണം. അവരെ 6.5 കോടി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അവരില്ലോണ്ടാണ് ഈ പടം ഇറങ്ങിയത്. പിന്നെ സുജിത്തിൻ്റെ സപ്പോർട്ട്, ഡ്രീം ബാങ്കിൻ്റെ സപ്പോർട്ട്, അതുകൊണ്ടൊക്കെയാണ് ഈ പടം ഇറങ്ങിയത്. ഇല്ല ഈ പടം ഇറങ്ങില്ലായിരുന്നു. ഇത് ഒരു നിർമ്മാതാവെന്ന നിലയിൽ സിനിമാ മേഖലയിലും താങ്കൾക്കുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. അപ്പോൾ ഇനി മുന്നോട്ട് സിനിമ എന്നൊരു ലക്ഷ്യമുണ്ടോ? ഇനി മുന്നോട്ട് സിനിമ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇവരൊക്കെ പറഞ്ഞു സിനിമ ചെയ്യുക, ധൈര്യമായിട്ടിരിക്കും. നമ്മൾ ഈ 25-30 കോടി എന്നൊക്കെ കണ്ട പോസ്റ്ററൊക്കെ വെറുതെ ആയിരുന്നു. ഇദ്ദേഹത്തിന് 7 കോടിയുടെ അടുത്ത് നഷ്ടം വന്നിട്ടുണ്ട്. ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇദ്ദേഹത്തിന് സിനിമയെ പറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷനെ പറ്റി ഒരു ചുക്കും ചുണ്ണാമ്പും അറിയത്തില്ല. ഒരാളൊരു കഥ കൊണ്ടുവന്ന് അപ്പോഴേ അത് കേട്ട് കയ്യിരിക്കുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങ് ഇറങ്ങി. ഇതൊരു ചെറിയ പടമാണെന്നും പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോഴത്തേക്ക് കൈ നിൽക്കാതെ വന്നപ്പോഴാണ് ഗോകുലം ഗോപാലനെ അപ്രോച്ച് ചെയ്യുകയും പുള്ളി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയും വരുന്നത്. പടം ഇറങ്ങി കളക്ഷൻ കിട്ടിയ സമയത്ത് ഗോകുലം ഗോപാലൻ പുള്ളിയുടെ പൈസ വിഡ്രോ ചെയ്തുകൊണ്ട് പുള്ളി പോയി. പക്ഷെ എവിടെയും എത്ര രൂപ ആക്ച്വലി ഈ പടം കളക്ട് ചെയ്തു എന്ന് ഇതിനകത്ത്
പറയുന്നില്ല, പുള്ളി പറയുന്നില്ല. 2 പ്രൊഡ്യൂസർമാരുള്ള സിനിമയ്ക്കകത്ത് നിന്ന് ഒരു പ്രൊഡ്യൂസറിനാണ് നഷ്ടം വന്നേക്കുന്നത്. ഇദ്ദേഹത്തിന് 7 കോടിയും മറ്റേ പുള്ളിക്ക് 35 ലക്ഷവും കൊടുക്കാൻ ഇനി ഉള്ളൂ. കാര്യം ഇദ്ദേഹമാണ് ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്തത്, ഇദ്ദേഹമാണ് മെയിൻ പ്രൊഡ്യൂസർ. അതാ പറഞ്ഞ അറിയാത്ത പണിക്ക് പോയിട്ട് പണി മേടിച്ച് കൂട്ടുന്ന പരിപാടിയാണിത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു മിക്സഡ് റിവ്യൂ ആണ്. നെഗറ്റീവ് സാധനം കിട്ടിക്കഴിഞ്ഞാൽ OTT പോലും ഇതിന് എടുക്കത്തില്ല. OTT പിന്നെ ഇതിനകത്ത് വലിയ കാസ്റ്റിംഗ് ഒന്നും ഇല്ലല്ലോ. അർജുന അശോകനൊക്കെ എത്ര OTT വാല്യൂ ഉണ്ടെന്ന് നമുക്കറിയില്ല. സാറ്റലൈറ്റ് വാല്യൂ ഒന്നും ഇല്ല, പഴയ പോലെ ഒന്നും അല്ല. ആരും ടിവിയിലൊന്നും ഇപ്പം പടമൊക്കെ കാണുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് ഈ സാറ്റലൈറ്റ് തുകയൊക്കെ ഭയങ്കര കുറവായിരിക്കും കിട്ടുന്നത്. ഇയാൾക്ക് ഇവിടെ പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ കണ്ണു അടച്ച് എല്ലാവരെയും വിശ്വസിക്കും. ഇദ്ദേഹത്തിന്റെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോ അലിഗേഷൻസ് പറയുന്നത്. എല്ലാവരെയും കണ്ണു അടച്ച് വിശ്വസിക്കും. അവർ പറയുന്ന കേട്ട് പൈസ ഇറക്കും, പൈസ പോകും. കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ടൈൽ ബിസിനസ് പൊട്ടാനും കാരണം അതാണ്, ഈ സിനിമകളിൽ ഇറങ്ങി പൊട്ടാനും കാരണം അതാണ്. ആൻഡ് ഇനിയും പുള്ളി സിനിമ എടുക്കുമെന്നാണ് പറയുന്നത്. ഇനിയും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ വിളിച്ചിട്ട് ഡേറ്റ് തരാമെന്ന് പറഞ്ഞു, ജയസൂര്യ വിളിച്ചിട്ട് ഡേറ്റ് തരാമെന്ന് പറഞ്ഞു, ഇവരൊക്കെ ഡേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ ഏതൊക്കെയോ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെ വിളിച്ചു. അന്നേരം ഇനിയും നമുക്ക് സിനിമ എടുക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, അതോടെ കേൾക്കാം. ഇനിയും സിനിമ ചെയ്യും, പക്ഷേ ഞാനിപ്പോൾ കൂടുതൽ എൻ്റെ ബിസിനസ്സിലേക്ക് ഞാൻ കോൺസെൻട്രേറ്റ്, പക്ഷേ സിനിമ ഞാൻ ചെയ്യും. കാരണം പിന്നെ അവരൊക്കെ അത്രയും എനിക്ക് ധൈര്യം തന്നിട്ടുണ്ട്, കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. മാധ്യമങ്ങളുടെ മുമ്പ് ഞാൻ പറയുന്നു, ഇവർക്കൊക്കെ ഞാൻ പൈസ കൊടുക്കും. എൻ്റെ കയ്യിലൊരു പൈസ വരുമ്പോൾ ഞാൻ കൊടുക്കും സിനിമയെന്ന്. കാരണം എന്നെ നമ്മൾ ശമ്പളം പറഞ്ഞ് ഉറപ്പിച്ചിട്ട് വന്ന അവരാണ്, അവർക്ക് ആ പൈസ കൊടുക്കണം. അവർക്ക് സിനിമ നഷ്ടലാവുമെന്ന് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സൈജു കുറുപ്പൊക്കെ വേണ്ടെന്ന് തന്നെ പറഞ്ഞു. ശിവദ എൻ്റെ വിഷമം കണ്ടിട്ട് ശിവദ പറഞ്ഞു, ചേട്ടാ കുഴപ്പമില്ല എന്നാലും കൊടുക്കണം. ഇവരൊക്കെ ഭയങ്കര ജെന്യൂനായ ആൾക്കാരാണ് സിനിമ മേഖലയിൽ. അപ്പം ഈ സിനിമയ്ക്കകത്ത് അഭിനയിച്ച ബാലു വർഗീസ്, സൈജു ഗ്രൂപ്പ്, ശിവതയ്ക്ക് ഇവർക്കൊക്കെ പൈസ കൊടുക്കാനുണ്ട്. സൈജു ഗ്രൂപ്പിന് 5 ലക്ഷം കൊടുക്കാനുണ്ട്. അവരൊക്കെ വിളിച്ചിട്ട് പൈസ വേണ്ട ചേട്ടാ, പുള്ളിയുടെ അവസ്ഥ കണ്ടിട്ടായിരിക്കണം പറഞ്ഞത്. ആൻഡ് ഈ വീഡിയോ ആക്ച്വലി പുള്ളി ഡിലീറ്റ് ചെയ്ത വീഡിയോ ആണ്. ഇപ്പൊ പുറത്ത് വന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇദ്ദേഹം ഇത് ഫേസ്ബുക്കിൽ എന്തോ ഇട്ടിരുന്നതാണ്. ഈ ഫേസ്ബുക്കിൽ നമ്മൾ ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിലോട്ട് ത്രെഡിലോട്ട് ഇത് പോകാനുള്ള സാധ്യതയുണ്ട്. പുള്ളി ഫേസ്ബുക്കിൽ നിന്ന് മാത്രമേ ഡിലീറ്റ് ചെയ്തോളൂ, പക്ഷെ ത്രെഡിൽ ഈ സാധനം കിടന്ന് കറങ്ങി. അങ്ങനെയാണ് ഈ സാധനം പുറത്തോട്ട് വന്നത്. ഇദ്ദേഹം ഇട്ടിട്ടത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത വീഡിയോ ആണ്. പുള്ളി പറയുന്നത് പുള്ളി ആ സമയത്ത് ഒരു ഡിപ്രഷന്റെ പേരിൽ ആ സമയത്ത് എനിക്ക് ഡിപ്രഷൻ പെട്ടെന്ന് വന്നു, ഉറക്കമില്ലായിരുന്നു, അങ്ങനെ ഒരു വീഡിയോ ഇട്ടതാണ് എന്നാണ്. അതിനുശേഷം സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ട് പുള്ളി ഉറങ്ങുകയും നെക്സ്റ്റ് ഡേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നൊക്കെ കഴിച്ച് കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണ് ഞാനൊന്ന് നോർമലായി എന്നുള്ള രീതിയിലാണ് പുള്ളി ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ഈ അഭിലാഷിനെ ഇപ്പൊ നല്ല രീതിയിൽ ട്രോൾസ് മേടിച്ച് കൂട്ടുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ പഴയ ഒരു പോസ്റ്റാണ്, മുരളിച്ചേട്ടാ നിങ്ങൾ തന്ന ധൈര്യമാണ് സുമതി വളവ് സിനിമ, ബഡ്ജറ്റ് നോക്കണ്ട, ധൈര്യമായി ഇറങ്ങിക്കോളൂ, ഞാനുണ്ട് ഒപ്പം എന്ന് പറഞ്ഞ ആ വാക്കിൽ തുടങ്ങിയതാണ് നമ്മൾ ഈ യാത്ര. ഇന്ന് കുടുംബ പ്രേക്ഷകർ തിയേറ്ററിൽ വന്ന സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് പോകുമ്പോൾ നമ്മളുടെ മുഖത്ത് ആ ചിരി മതി മുരളിയേട്ടാ, ഞങ്ങൾക്ക് ഹാപ്പി ബർത്ത്ഡേ മിസ്റ്റർ പ്രൊഡ്യൂസർ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരുടെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ ഒക്കെ പുള്ളി അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ അഭിലാഷ് പറഞ്ഞ പ്രൊഡ്യൂസറാണ് അഭിലാഷിനെ പറ്റി ഇപ്പൊ വന്ന് തിരിച്ചു പറയുന്നത്. ആൻഡ് വേറൊരു പോസ്റ്റ് കൂടെ കാണിക്കാം. അഭിലാഷ് പിള്ളை പണി പഠിപ്പിച്ച ആശാന് പിറന്നാൾ ആശംസകൾ. ആശാനെ കാണണോ? ഹേയ് ബാദുഷാ അറിയാലോ, ബട്ട് ക്യാഷ്. നമ്മുടെ ഹരീഷ് കണാരനുമായിട്ടുള്ള ആ ഒരു ഇഷ്യൂവിനകത്തുള്ള കക്ഷി, ഹരീഷ് കണാരന് പൈസ മേടിച്ചിട്ട് കൊടുക്കാതെ പോയിട്ടുള്ള വ്യക്തി. ഫേസ്ബുക്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റീച്ച് ഉള്ള ഒരു അക്കൗണ്ടാണ് ബാദുഷയുടെ അക്കൗണ്ട്. ഏത് ഫോട്ടോ ഇട്ടല്ല അതിന്റെ അടിയിൽ ബട്ട് ക്യാഷ്. അപ്പം ബാദുഷയാണ് അഭിലാഷിനെ പണി പഠിപ്പിച്ചത് എന്ന് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ആൾക്കാർ പറഞ്ഞു വേണ്ട ഇവൻ അടിച്ചു മാറ്റിയത് തന്നെ എന്നുള്ള തരത്തിൽ ഇങ്ങനെയൊക്കെ കുറെ നറേഷൻസ് വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഈ ഒരു സബ്ജക്റ്റിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ളവർ പറ്റിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. പക്ഷെ ഇങ്ങനെ അറിയാത്ത ഒരു പണി ചെയ്ത് ഇങ്ങനെയുടെ പൈസ കൊണ്ട് കളഞ്ഞു, അതാണ് സത്യം. മറ്റേ ബിസിനസ് ഡിമ്മായപ്പോഴാണ് അതിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമയ്ക്കകത്തോട്ട് ഇറങ്ങിയത്. അവിടെ 1.5 കോടിയായിരുന്നു നഷ്ടം. സിനിമയ്ക്കകത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് 8-9 കോടി നഷ്ടമായി. നഷ്ടത്തിലോട്ട് അങ്ങനെ ഡിപ്രഷൻ കയറിയിട്ടാണ് മറ്റേ വീഡിയോ ആയിട്ട് വന്നത്. വെള്ളം എന്ന് പറയുന്ന സിനിമ വിജയിച്ച സമയത്ത് എവിടുന്നോ കുറച്ച് കോൺഫിഡൻസ് കിട്ടി. സിനിമ നല്ല ഒരു പൈസ തരുന്ന മേഖലയാണെന്ന് മനസ്സിലാക്കി എടുത്ത് ചാടി സ്വന്തമായിട്ട് പണി മേടിച്ച് കൂട്ടിയതാണ് എനിക്ക് ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഒന്നും പറയുന്നില്ല, വേറെ വീട്ടിൽ. അപ്പം ശരി.